മെഡിക്കൽ കോഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം 24 നടന്ന സംഭവങ്ങളെല്ലാം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ചരിത്ര സംഭവങ്ങൾ തന്നെയാണ്. GCCയും യൂറോപ്യൻ കൺട്രീസിലെ ചില രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾ ഒരുപാട് പേര് ജോലി കയറിയ ഒരു വർഷം കൂടിയാണ് 2024. കേരളത്തിലെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം കൊച്ചി ആവട്ടെ, കാലിക്കറ്റ് ആവട്ടെ, പാലക്കാട് ആവട്ടെ, തൃശ്ശൂരാവട്ടെ, ട്രിവാൻഡ്രം ആവട്ടെ, മേജർ സ്ഥലങ്ങളിലെല്ലാം പുതിയ കമ്പനികൾ വന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ഈ 2025 രണ്ടാമത്തെ ഡ്രൈവിലോട്ടേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു ടൈമിൽ ഹായ് ഗൈസ്, വെൽക്കം ടു എ ന്യൂ സെഷൻ. ലോകത്ത് കോവിഡിന് ശേഷം ഹെൽത്ത് കെയർ സെക്ടറിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. നമ്മൾ ആ ഒരു കോവിഡ് പാൻഡമിക് വന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിൽ നിന്നും ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഹെൽത്ത് കെയർ സ്റ്റാഫിനെ പല രാജ്യങ്ങളിലോട്ടേക്കും സർവീസസിനായിട്ട് കൊണ്ടുപോയ ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇതിന് ശേഷം കോവിഡ് പാൻഡമിക്കിന് ശേഷം ഉണ്ടായിട്ടുള്ള ചേഞ്ചിലെ ഈ ഹെൽത്ത് കെയർ സെക്ടറിൽ നിന്നുള്ളതല്ല, മേജറായിട്ടുള്ള എല്ലാ ഏരിയയിലും അബ്രപ്റ്റ് ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം ഹെൽത്ത് കെയർ സെക്ടറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ചേഞ്ചസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പല ലോകരാജ്യങ്ങൾക്കും ഹെൽത്ത് സെക്ടറിന് എന്തുകൊണ്ട് കൂടുതൽ കൺസേൺ ചെയ്യണം, ആ ഏരിയ എന്തുകൊണ്ട് കൂടുതൽ ഏറ്റവും എപ്പോഴും അഡ്വാൻസ്ഡ് ആയിരിക്കണം എന്നുള്ളതിനെപ്പറ്റി അവർ മുന്നേ സ്റ്റഡി നടക്കുന്നുണ്ട്. ആ ഒരു സ്റ്റഡിയുടെ എന്താ പറയുക പ്രോസസ്സ് വളരെ ഫാസ്റ്റാക്കുകയും അതിന് കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുകയൊക്കെ ചെയ്ത പല രാജ്യങ്ങളും. അതിൻ്റെ ഭാഗമായിട്ടാണ് പല രാജ്യങ്ങളും പ്രത്യേകമായിട്ട് വിഷനൊക്കെ കൊണ്ടുവന്നിട്ട് ഫോക്കസ് അത് വെച്ചിട്ട് എന്ത് ചെയ്തു വർക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു ലാസ്റ്റിലത്തതിന് ശേഷമുള്ള ഈ കാലഘട്ടത്തിൽ പറഞ്ഞില്ല, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും കൂടുതൽ അതിനെ ബേസ് ചെയ്തുള്ള റിസർച്ചസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കൂടുതൽ കോൺഷ്യസിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ കൺസേൺ കൊടുക്കുകയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ഹെൽത്ത് ഇൻഷുറൻസ് പോലെയുള്ള പോളിസി. എന്നുവെച്ചാൽ അവർ പല രാജ്യങ്ങൾക്കും അല്ല, നമുക്കറിയാമല്ലോ, നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഏത് രാജ്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ GCCയിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള യൂറോപ്യൻ കൺട്രീസോ എവിടെ ആയിക്കഴിഞ്ഞാലും നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരുന്ന ഒരു മെഡിക്കൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് അല്ലേ അഫോർഡബിൾ ആയിരിക്കൊള്ളുന്നില്ല. ആസ് എ നോർമൽ പേഴ്സൺ ആയിട്ട് അവിടെ പോയിട്ട് ഒരു ടൂറിസ്റ്റ് വിസയിൽ പോയിട്ടോ അങ്ങനെ പോയി കഴിഞ്ഞാലും അവിടെ എന്താ പറയുക അവിടുത്തെ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിനെ ബേസ് ചെയ്ത് പല ബേസ് ചെയ്ത് സ്റ്റഡി നടന്ന സമയത്തൊക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം നിങ്ങൾ അടുത്ത കുറേ കാലം എടുത്ത് മനസ്സിലാവും ഇൻഷുറൻസ് സൈഡ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും കൂടുതൽ ആളുകൾ ഇൻഷുറൻസിലോട്ടേക്ക് വരികയും പല രാജ്യങ്ങളും അവിടുത്തെ സിവിലിയൻസിന് ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്, ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത്. അവിടുത്തെ എക്സ്പെൻസസ് എന്ന് പറഞ്ഞില്ല, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ ആ ഒരു എക്സ്പെൻസ് താങ്ങാനാവാതെ അവിടെ ലോക്കാവും. അപ്പോൾ അങ്ങനെയുള്ളത് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ രാജ്യങ്ങൾ അങ്ങനെയുള്ള ഇൻഷുറൻസ് ഫോക്കസ് ചെയ്ത് കൂടുതൽ എന്താ പറയുക നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. പല രാജ്യങ്ങളും അതിലേക്ക് മുന്നോട്ടേ വരികയും കണ്ടിന്യൂസ് ആയിട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുകയും കൂടുതൽ എന്താ പറയുക അതിനെ ബേസ് ചെയ്തുള്ള സ്റ്റഡിയൊക്കെ സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യങ്ങളത് പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം നടന്നത്. എന്തുകൊണ്ടും ഒരു രാജ്യത്ത് അവിടെ സിവിലിയൻസിന് അവർക്ക് ബെറ്റർ സർവീസസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പാൻഡമിക്കോ എന്ത് ഹെൽത്ത് കെയർ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും അവർക്ക് അവരുടേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ എക്സ്ട്രീം സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അവർ അല്ലേ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാലും അവർക്കൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാകാൻ പാടില്ല, അവർക്ക് പ്രോപ്പറായിട്ടുള്ള സർവീസസ് കിട്ടണം. അതിന് ഇങ്ങനെയുള്ള ഇൻഷുറൻസ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് മൂവ് ചെയ്യാൻ കുറച്ചുകൂടെ ആപ്റ്റായിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടുത്തെ എക്സ്പെൻസസ് അഫോർഡ് ചെയ്യാൻ താങ്ങാത്തത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, അവർ നെഗറ്റീവ് ഫീഡ്ബാക്കിലേക്കാണ് അത് പോവുക. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇൻഷുറൻസ് സൈഡ് കൂടുതൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അടുത്ത കുറേ നാളായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കോവിഡ് പാൻഡമിക്കിന് ശേഷം ഒന്നുകൂടെയും നല്ല രീതിയിൽ എക്സ്പ്ലോർ ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് ഹെൽത്ത് കെയർ സെക്ടർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, കൂടുതൽ കൺസേൺ കിട്ടി. മാത്രമല്ല ഇതിൽ ഹെൽത്ത് കെയർ സെക്ടറിൽ ഒരുപാട് പുതിയ പ്രൊഫഷണൽ കോഴ്സസ് വന്നു. അല്ല, നമ്മൾ സാധാരണ മുൻകാലഘട്ടത്തിലൊക്കെ പാരാമെഡിക്കൽ എന്ന് പറയുന്ന സെക്ടറിൽ നമ്മൾ നോർമലി ഉൾപ്പെടുത്തിയുള്ള BSc MLT പോലെ BPharm പോലെ അതുപോലെ തന്നെയുള്ള എന്താ പറയുക BVoc പോലെയുള്ള അങ്ങനെയുള്ള കുറേ കോഴ്സുകളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ, പ്രൊഫഷണൽ കോഴ്സുകൾ. അപ്പം അതിലേക്ക് ഒരുപാട് ആഡ് ഓൺ കോഴ്സുകൾ വന്നു. ഹെൽത്ത് കെയർ സെക്ടറിൽ പുതുതായിട്ടുള്ള കുറേ കോഴ്സുകൾ ഇതിനനുബന്ധിച്ചിട്ട് ഈ കോവിഡിന് ശേഷം തന്നെ വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ വന്നു. അതിലൂടെ കുട്ടികൾ കരിയർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. എന്താ അറിയില്ല, പൊതുവേ കുട്ടികൾക്ക് ഹെൽത്ത് കെയർ സെക്ടറിൽ കരിയർ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് കുറച്ചും കൂടെ ഭയങ്കരമായിട്ടൊരു അമിതമായ ആഗ്രഹമാണ്. പൊതുവേ തുടക്കം മുതലേ അല്ലേ, നമുക്ക് തന്നെ അറിയാമല്ലോ, +2 കഴിഞ്ഞ് സയൻസ് ഗ്രൂപ്പൊക്കെ എടുത്ത ആളുകൾക്കും പൊതുവേ ഹെൽത്ത് കെയർ സെക്ടറിലോട്ടേക്ക് വരണം. അതിനു വേണ്ടിയിട്ടാണ് അവർ എല്ലാം അധികം പ്രിപ്പയർ ചെയ്യാറ്, മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും. അപ്പം പൊതുവേ ഹെൽത്ത് കെയർ സൈഡിൽ ജോബ് കുറച്ചുകൂടെ സേഫാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടുണ്ട്, അതാണ് നല്ലതെന്ന് ആ ഒരു ട്രെൻഡ് തുടക്കം മുതലേ ഉണ്ട്. കോവിഡിന് ശേഷം എന്നുള്ളതല്ല, കോവിഡിന് മുന്നേ ആ ഒരു സെയിം സംഭവമുണ്ട്. ഇപ്പോൾ ഇപ്പോഴും ആ ഒരു സെയിം സംഭവം. അവിടെയാണ് ജോബ് കുറച്ചുകൂടെ സേഫ്, അല്ലെങ്കിൽ അവിടെ ജോബാണ് കുറച്ചുകൂടെ ഒരു എന്താ പറയുക പ്രൊഫഷണൽ ഡിഗ്നിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു ട്രെൻഡ് ഉണ്ട്.
അപ്പം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കോഴ്സ് വന്ന സമയത്ത് അതിലേക്ക് കുട്ടികൾ വന്ന് അതിലൂടെ കുട്ടികൾക്കായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ള പാരാമെഡിക്കൽ സൈഡിലേക്ക് വന്നിട്ടുള്ള പുതുതായിട്ടുള്ള വന്നിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സസ് ഒക്കെ അല്ലേ, അതിലൂടെ കുട്ടികൾ ഞാൻ പറഞ്ഞല്ലോ കരിയർ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മുടെ ഒരു ഏറ്റവും പെർഫെക്റ്റായിട്ട് നമ്മുടെ കരിയർ അപ്പ് ചെയ്യുക, എങ്ങനെ എൻ്റെ കരിയർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ കരിയർ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഇൻഡിവിജ്വലി ബേസിസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് അതിന് വേണ്ടി പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ നോർമൽ അല്ലേ, ആസ് ഏത് രാജ്യത്താണെങ്കിലും GCC ആവട്ടെ യൂറോപ്യൻ കൺട്രീസ് ആവട്ടെ, നമ്മൾ ഈ പറഞ്ഞ പോലുള്ള പ്രൊഫഷണൽ കോഴ്സസ് ഹെൽത്ത് കെയർ സൈഡിൽ വരുന്ന പ്രൊഫഷണൽ കോഴ്സസ് ഒക്കെ ചെയ്തിട്ട് അവർ ജോബിലേക്ക് ചില ആൾക്കാർ ജോബിലേക്ക് പോകുന്നു. അപ്പം അത് ഹെൽത്ത് കെയർ എന്താ പറയുക സർവീസ് സൈഡിലേക്കുള്ള അങ്ങനെ പോകുന്നു. ഇവിടെ ഹെൽത്ത് കെയറിൻ്റെ ഒരു IT പാർട്ട് വേറെ ഉണ്ട് അല്ലേ. ഞാൻ പറഞ്ഞു ഇൻഷുറൻസിനെ കണക്ട് ചെയ്തിട്ടുള്ള മേജറായിട്ടുള്ള വലിയൊരു പാർട്ട്, റവന്യൂയുടെ വലിയൊരു പാർട്ട്. അപ്പം ആ ഒരു ഹെൽത്ത് കെയർ IT സെക്ടറിലോട്ടേക്ക് കടക്കാനും നമുക്കൊരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തുടക്കം മുതലേ പറഞ്ഞു വന്നൊരു കാര്യം അതാണ്. പല രാജ്യങ്ങളിലും ഇൻഷുറൻസ് സൈഡിലേക്ക് ഈ ഒരു കോവിഡിന് ശേഷവും നല്ല രീതിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അബ്രപ്റ്റായുള്ള ഒരു ചേഞ്ചസ് ഒക്കെ വന്നിരിക്കുന്ന ഏരിയയാണ് ഈ ഒരു ഹെൽത്ത് കെയർ IT മേഖല, അതുപോലെ തന്നെ ഇൻഷുറൻസിനെ കണക്ട് ചെയ്തുള്ള മേഖലകൾ. അപ്പം ഹെൽത്ത് കെയർ IT സെക്ടറിൽ നമ്മൾ നിങ്ങൾ മെഡിക്കലോ നിങ്ങൾ പാരാമെഡിക്കലോ എനി സ്ട്രീം എനി ഗ്രാജുവേറ്റ്സ് ആരായിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കരിയർ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾക്ക് ഹെൽത്ത് IT സെക്ടറിലോട്ടും കൂടെ എന്തുണ്ട് ഒരു ഡൈവേർഷൻ ഉണ്ട്. ഈ 3 മന്തിലെ മെഡിക്കൽ കോഡിംഗ് പ്രോഗ്രാമൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു പ്രൊഫഷണൽ നമ്മുടെ കോഴ്സിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു IT സെക്ടറിൽ നിന്നുള്ള ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഡോറും കൂടെ നമ്മൾ മുന്നിൽ നിന്നാണ് ഓപ്പണാണ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കരിയർ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ തുടക്കം പറഞ്ഞല്ലോ, എപ്പോഴും നമ്മൾ എന്താണ് വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഹൈലൈറ്റ് ചെയ്ത് നിർത്തണം. കുറച്ച് ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു മെസ്സേജ് ഉണ്ട്. ആൾ BSc MLT കഴിഞ്ഞതാണ്. MLT കഴിഞ്ഞ് 2 year എക്സ്പീരിയൻസ് ഉണ്ട്, DHA എലിജിബിലിറ്റി ഉണ്ട്, എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ള രീതിയിൽ GCC രാജ്യത്ത് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പം ആർക്കും എന്താ വെച്ചാൽ ഇങ്ങനെയുള്ളൊരു ഷോർട്ട് ടേം പ്രോഗ്രാം കൂടെ ഇതിനൂടെ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ അവിടെ ഹെൽത്ത് കെയർ IT സെക്ടർ അവിടെ എന്താണ് ഓപ്പണായി കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി സൈഡിലേക്കും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കൂടെ അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന വാസ്റ്റായിട്ടുള്ള ഏരിയ, റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു കീ ഏരിയ. ആ ഏരിയയിൽ GCC രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇൻഷുറൻസിൻ്റെ ഏരിയ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാണ്. ഓപ്പർച്യൂണിറ്റീസായിട്ടും അതുപോലെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്തമായുള്ള പോസ്റ്റുകളാണ്. ഓഡിറ്റർ പോലെ, ഇൻഷുറൻസ് കോർഡിനേറ്റേഴ്സ് പോലെ, അപ്രൂവൽ ഓഫീസേഴ്സ് പോലെ, IP കോഡിംഗ് OP കോഡർ പോലെ ഒരുപാട് ഏരിയകൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പം അതൊരു പാർട്ട്. അപ്പം നമ്മൾ പൊതുവേ മെഡിക്കൽ കോഡിങ്ങിൻ്റെ കരിയർ ഓപ്ഷനെ നമ്മൾ എന്താ പറയുക, നഴ്സസിൻ്റെ വേക്കൻസി ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ ഹയറിങ്സ് നടക്കുന്നത് നഴ്സസിനാണ് അല്ലേ. നമുക്കറിയാം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്, സെയിം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ കോഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, IP ഇൻപേഷ്യൻ്റ് കോഡിംഗ് ആയിട്ട് നമുക്കുണ്ട്, OP ഔട്ട് പേഷ്യൻ്റ് ഉണ്ട്, പാത്തോളജി, റേഡിയോളജി എല്ലാ ഏരിയയിലും കിടക്കുന്നുണ്ട്. അപ്പം നമ്മളിത് എന്താ സ്പെഷ്യാലിറ്റി വൈസ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നഴ്സസിൻ്റെ വേക്കൻസി ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. അപ്പം വലിയൊരു ഏരിയയാണ് ഹെൽത്ത് കെയർ സെക്ടറിൻ്റെ IT സെക്ടർ എന്ന് പറയുന്നത്, വലിയൊരു ഏരിയയാണ്. അപ്പോൾ ആ ഏരിയയിലോട്ടേക്ക് പോകാൻ നമുക്ക് ഈ ഒരു 3 month ഷോർട്ട് ടേം കോഴ്സിലൂടെ വലിയൊരു ഓപ്പർച്യൂണിറ്റി സൈഡ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാൻ പറ്റും. അതൊരു തുടക്കം മാത്രമായിട്ട് കാണാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഒരു മെഡിക്കൽ കോഡിംഗ് പ്രോഗ്രാം കഴിഞ്ഞാൽ പറയാം, ഏത് സ്ട്രീമുള്ള ആൾക്കാർക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റും. ഈ ഒരു കോഴ്സിന് ശേഷം അത് മെഡിക്കലാവട്ടെ പാരാമെഡിക്കലാവട്ടെ എനി ഗ്രാജുവേറ്റ്സ് ആയിക്കോട്ടെ, അവർ ഈ ഒരു 3 month ഷോർട്ട് ടേം കോഴ്സിന് ശേഷം എക്സ്പീരിയൻസ് ഇല്ലാതെയും എക്സ്പീരിയൻസ് ആയിട്ടും GCC രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് ഈസിലി ജോബ് കിട്ടുകയാണ്. നമുക്കറിയാം, സാധാരണ ഏതൊരു കോഴ്സ് ആണെങ്കിലും എക്സ്പീരിയൻസ് നമ്മുടെ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സ്പീരിയൻസ് ആക്കിയിട്ട് അവർ പോവാറ്. പക്ഷേ അത് നമ്മളെപ്പോഴും പറയുന്നത് എക്സ്പീരിയൻസ് ആക്കാൻ തന്നെയാണ്. പക്ഷേ വിത്തൗട്ട് എക്സ്പീരിയൻസ് പോലും ഇൻഷുറൻസ് സൈഡിലേക്ക് എന്താ പറയുക, വ്യത്യസ്തമായ പോസ്റ്റുകളിലേക്ക് നമ്മുടെ സ്റ്റുഡൻസ് ജോലിയിൽ കയറുകയാണ്. അപ്പം അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി, ഞാൻ പറഞ്ഞില്ല, ഒരു ഓപ്പർച്യൂണിറ്റി സൈഡ് ഫ്രഷറായിട്ട് പോലും കരിയർ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഡോർ അവിടെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്ത് അതിലൂടെ നമ്മൾ GCC രാജ്യങ്ങൾ പ്രത്യേകത തന്നെയാണ്. GCC രാജ്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ, ജസ്റ്റ് മിനിമം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പാക്കേജിലോട്ടേക്ക് നമുക്ക് മുന്നോട്ടേക്ക് കരിയർ കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റഡി നടത്തിക്കൊണ്ടേയിരിക്കണം. എന്താണ് എൻ്റെ കരിയർ, ഞാനിപ്പം
എവിടെ എത്തി നിൽക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു MLT ഗ്രാജുവേറ്റാണ്, അല്ലെങ്കിൽ ഒരു BPharm ഗ്രാജുവേറ്റാണ്, അല്ലെങ്കിൽ ഞാനൊരു ഡിഗ്രി വെറും നോർമൽ ഗ്രാജുവേറ്റാണ്. അപ്പോൾ എൻ്റെ കരിയറിൽ ഞാൻ ഇന്ന രീതിയിലാണ് കരിയർ മൂവ് ചെയ്യുന്നത്. എനിക്ക് ഇന്ന സ്ഥലത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലേ, ആ രീതിയിലേക്ക് അനുസരിച്ച് കരിയർ അപ്പ് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി സൈഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിലോട്ടേക്കുള്ള ഡോർ ഓപ്പൺ ആണ്. ആ സൈഡിലേക്കുള്ള ആഡ് ഓൺ കോഴ്സ് നിങ്ങളുടെ പ്രൊഫഷണൽ കോഴ്സ് ഏതാണോ അതിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ആണോ ആ ഗ്രാജുവേഷൻ്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, IT സെക്ടറിലേക്കുള്ള ഡോർ ഓപ്പൺ ചെയ്തിട്ട് അതുവഴി മുന്നോട്ടേക്ക് പോകാം. അവിടെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള അവസരങ്ങൾ തന്നെയാണ് ആ ഒരു ഹെൽത്ത് കെയർ IT സെക്ടറിൽ നമുക്കുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഏരിയകൾ, വളരെ വൈഡായിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞതുകൊണ്ട് ഹെൽത്ത് കെയർ സെക്ടറിൽ, IT സെക്ടറിൽ, മെയിൻ ഇൻഷുറൻസ് സൈഡ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. അവസരങ്ങൾ ലോകരാജ്യങ്ങളിൽ മുഴുവനായിട്ടും നല്ല രീതിയിൽ വ്യാപിക്കും. എന്നുവെച്ചാൽ പല രാജ്യങ്ങളും ഞാൻ പറഞ്ഞില്ല, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും കൂടുതൽ അതിനെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഇന്ത്യയിലെ ഇൻഷുറൻസിൻ്റെ ഗ്രോത്ത് അബ്രപ്റ്റ് ചേഞ്ച് നമുക്ക് എന്താ പറയുക, നമ്മൾ ലൈവായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ആസ്പെക്ട്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ തരത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം കാണണം. 2025 നമ്മൾ ജോബിലൂടെ തന്നെയാണ് നമ്മളെല്ലാം ആരംഭിക്കുക. അപ്പോൾ ജോബിലൂടെ നമ്മൾ നേടുന്ന എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സിനോട് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ സ്റ്റുഡൻസിനോട് നമ്മളെ എക്സ്പീരിയൻസ് ആക്കിയിട്ട് തന്നെ മൂവ് ഓൺ ചെയ്യുക. ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് ചെയ്ത് അതിനനുസരിച്ച് നല്ല പൊസിഷനിലോട്ടേക്ക് അവർ പോകും. GCCയിലോട്ട് ഫോക്കസ് ചെയ്ത ആളാണെങ്കിൽ പിന്നെ ഒരു മിനിമം എക്സ്പീരിയൻസ് ആക്കി അനുസരിച്ച് പോകും, അല്ലെങ്കിൽ ആസ് എ ഫ്രഷറായിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാർ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പം നല്ല രീതിയിൽ കരിയർ പ്ലാൻ ചെയ്യുക. ആ പ്ലാനിങ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണല്ലേ. നമ്മൾ കരിയർ ഈ മെഡിക്കൽ കോഡിങ് സെക്ടേഴ്സ് തന്നെ നമ്മൾ ജസ്റ്റ് കരിയർ ആരംഭിച്ച് അപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ ഒരുപാട് പ്രോസസ്സ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാനുണ്ട്. അത് കീപ്പ് ഓൺ ട്രൈയിങ് ആണ്. എക്സ്പീരിയൻസ് ആക്കുന്നു അല്ലെങ്കിൽ സ്പെസിഫിക് ഒരു ഏരിയയിൽ പോയിട്ട് ജസ്റ്റ് അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതല്ല. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ഡേഷൻസ് കൊണ്ടുവരുന്നു, ചേഞ്ചസ് കൊണ്ടുവരുന്നു. എങ്ങനെ എൻ്റെ കരിയർ കൊണ്ടുപോകണം, എൻ്റെ പൊസിഷൻ എന്തായിരിക്കണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്ത് അതിനനുസരിച്ച് എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്തിട്ട് പോകണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2024 അല്ലേ, നമ്മൾ 25 ഇപ്പോൾ ഉള്ളത്. 24 നടന്ന സംഭവങ്ങളെല്ലാം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ചരിത്ര സംഭവങ്ങൾ തന്നെയാണ്. മെഡിക്കൽ കോഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും CPC കാൻഡിഡേറ്റ് ഹോൾഡേഴ്സിനെ നമുക്ക് ലൈവ് ആക്കാൻ പറ്റി അല്ലേ. അവർക്ക് മാത്രമല്ല, നോൺ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും 1188 എന്ന് പറയുന്ന ഒരു വലിയ മാർജിനിൽ നമുക്ക് കുട്ടികളെ പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞു. GCCയും യൂറോപ്യൻ കൺട്രീസിലെ ചില രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾ ഒരുപാട് പേര് ജോലി കയറിയ ഒരു വർഷം കൂടിയാണ് 2024. പുതിയ കമ്പനികൾ കേരളം ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം, കൊച്ചി ആവട്ടെ, കാലിക്കറ്റ് ആവട്ടെ, പാലക്കാട് ആവട്ടെ, തൃശ്ശൂർ ആവട്ടെ, ട്രിവാൻഡ്രം ആവട്ടെ, മേജർ സ്ഥലങ്ങളിലെല്ലാം പുതിയ കമ്പനികൾ വന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ഈ 2025 രണ്ടാമത്തെ ഡ്രൈവിലോട്ടേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു ടൈമിൽ കണ്ടിന്യൂസ് അല്ലേ, നമ്മളിതിലൊരു ചേഞ്ച് കറക്റ്റ് ഇതിൻ്റെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അത്രയും 2025 ഫസ്റ്റ് ഡ്രൈവ്, ഇനീഷ്യൽ ഡ്രൈവ് കഴിഞ്ഞു, സെക്കൻഡ് ഡ്രൈവിലോട്ടേക്ക് പോവുകയാണ് സെക്കൻഡ് വീക്ക് തന്നെ. അപ്പം ആ ഒരു ചേഞ്ചസ് നമുക്ക് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടും എല്ലാം നമ്മൾ ലൈവായിട്ട് വിറ്റ്നസ്ഡാണ്. അപ്പം കരിയർ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞില്ല, ഏത് സ്ട്രീമായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹെൽത്ത് കെയർ IT ഇങ്ങനെ ഒരു സെക്ടർ ഓപ്പണാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ കരിയർ നല്ല രീതിയിൽ പഠിക്കുക. ഇതിനെപ്പറ്റി കോഡിങ്ങിനെ പറ്റി എന്ന് പറയുന്നത് ഇപ്പം പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെ എൻ്റെ കരിയർ ഇത് ഞാൻ ചൂസ് ചെയ്യണോ, എന്നെ കൊണ്ട് ഇത് പറ്റുമോ, എല്ലാ കാര്യങ്ങളും ഇതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് അത് നിങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. ടേക്ക് കെയർ ആൻഡ് ബൈ.